ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിലെ അവസാനം മരണം എന്നുള്ളത്. ഒരാളും ലോകത്തതിനെ നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരാൾക്കും ജല്ലജലാലായ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള അവധിയേക്കാൾ അധികം വേണോ എന്നുള്ള ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഇല്ല വാഹിദ, ഒരാളോട് ഒഴിച്ച്, അത് നമ്മളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരാൾക്ക് പോലും ഇനി അല്പം കൂടി സമയം നീട്ടിത്തരാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഒരു നിലക്കും റബ്ബ് ഒരാൾക്കും അതിനകത്ത് ഒരു ഗ്യാരണ്ടിയും കൊടുത്തിട്ടില്ല. എപ്പോഴാണോ നമ്മളുടെ അവസരം എത്തുന്നത്, ഊഴമെത്തുന്നത്, ആ നിമിഷം റബ്ബിലേക്ക് തിരിച്ചു പോവൽ നമ്മളെല്ലാവരുടെയും കടമയാണ് എന്ന് മാത്രമല്ല, നമ്മളുടെ കടമയല്ല, അത് റബ്ബ് തീരുമാനിക്കുന്ന സമയത്ത് പോവൽ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പ്രിയമുള്ളവരെ, മയ്യിത്ത് പരിപാലനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് മരണാസന്നനായി കിടക്കുന്ന രോഗിയെ കുറിച്ചാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ വിശുദ്ധമായ പണ്ഡിതൻ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങുകയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവൻ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അവസാനത്തെ നിമിഷം എത്തിയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ബന്ധുക്കാരായ ആളുകൾക്ക് ഒരുപാട് കടമകളുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ആ കടമകളെ കുറിച്ച് പഠിച്ചതും ചെയ്യുന്നവരും ഒക്കെയാണ്. ഒരുപക്ഷെ ഒരുപാട് അനുഭവ പരിജ്ഞാനമുള്ളവർ ഈ മജ്‌ലിസിലുണ്ടാവും. ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ വരികയാണെങ്കിൽ ചൂണ്ടിക്കാണിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നബവി ഇമാമിന്റെ മിൻഹാജ് എന്നുള്ള കിതാബിൽ മഹാനവറുകൾ പറയുന്നത് വയതവല്ല ജമീഅ ദാലിക അർഫഖു മഹാരിമിഹി ബിഹി, ഒരു മനുഷ്യന്റെ മയ്യിത്ത് പരിപാലനത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടത് അർഫഖു മഹാരിമിഹി ബിഹി, അവന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ്, ഏറ്റവും അടുത്ത ബന്ധുക്കാരാണ് ഒരു മനുഷ്യന്റെ മയ്യിത്ത് പരിപാലനത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് കയ്യിലോടുകൂടെ നമ്മൾക്കൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം ഇങ്ങനെയാവണം: നമ്മളുടെ ബന്ധുക്കളിൽ, നമ്മളുടെ വേണ്ടപ്പെട്ടവരിൽ ആർക്ക് ഈ ഒരു മരണം എന്ന് പറയുന്ന സത്യത്തിലേക്ക് നടന്നെടുക്കുമ്പോ അവരുടെ കാര്യം ഞാൻ ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് കൊണ്ട് നമ്മൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, കൂടുതൽ വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ഒരു സദസ്സിൽ ഒരാൾ നമ്മളുടെ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ആ റൂമിൽ നിന്ന് ആദ്യം തന്നെ എടുത്തു മാറ്റും. ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ നജസിന്റെ സാഹചര്യം, അതായത് കുട്ടികൾ മൂത്രമൊഴിച്ചതോ അങ്ങനെ എന്തെങ്കിലും നജസിന്റെ സാഹചര്യം ആ റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അവിടെ സുഗന്ധം അത്രാവട്ടെ അല്ലെങ്കിൽ ഒരുപാട് പുകയിക്കുക, അങ്ങനെ ആ റൂമിൽ ഒരു സുഗന്ധത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുക. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം സുഗന്ധമുള്ളിടത്ത് റഹ്മത്തിന്റെ മാലാഖമാർ കടന്നു വരും എന്നതിൽ സംശയമില്ല. അവിടെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തിട്ട് നബിയുടെ മുന്നിൽ വെച്ച് വിട പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായി അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ കണ്ണടക്കുകയും അതേപോലെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ റൂമിൽ നിന്ന് നജസ്, അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ഓർഡർ ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ഉണ്ടാവണം. ഇൻഷാല്ലാഹ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തീർക്കാം. അപ്പൊ നജസ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫോട്ടോകളൊക്കെയും എടുത്തു മാറ്റുക. എന്നിട്ട് മരണാസന്നനായ വ്യക്തിയെ ഇൻഷാല്ലാഹ് നമ്മൾക്ക് കിടത്താം. ബഹുമാനപ്പെട്ട സുബൈർക്ക പറയുന്നത് നമ്മൾ ഇവിടെ അങ്ങോട്ടാണ് അല്ലെ? പ്രശ്നമില്ല, നമ്മള് കിബില തൽക്കാലം ഇങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുക.
നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വലത്, അതായത് കിടക്കുന്ന ആളുടെ വലത് കരം അല്ലെങ്കിൽ വലത് ഭാഗം ഇവരൊക്കെ നേരെയാക്കിയിട്ട് ഈ രീതിയിൽ കിടത്തി നെഞ്ചും അതേപോലെ തന്നെ തലഭാഗവും ഇവയിലേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിൽ കിടക്കുക. മനസ്സിലായില്ലേ? ഇത് നമ്മൾ എപ്പോഴും പാലിക്കേണ്ട കിടത്താണ്. ഒരു മനുഷ്യൻ കിടക്കൽ സുന്നത്തായി നമ്മുടെ ജീവിതത്തിൽ തങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് ആ രൂപം കോപ്പി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് കാരണമാണ്. അപ്പോൾ ഈ കിടത്തം കിടക്കുമ്പോ വലത് വശം, അതായത് വലത് കരം കിബിലയിലേക്ക്, അതായത് പടിഞ്ഞാറേക്കാവുന്ന രീതിയിൽ കിടത്തിയിട്ട് അല്പം ഇങ്ങോട്ട് ചരിച്ച് കിടക്കും. മനസ്സിലാവും? ഇങ്ങനെ കിടത്തിയിട്ട് ഇവിടെ ചെറിയൊരു മരണാസന്നനായ വ്യക്തി സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചരിഞ്ഞ് കിടക്കാൻ പ്രയാസമാണ്, കിടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടിരും? ഇവിടെ ഒരു തലയുടെയോ മറ്റോ വെച്ചിട്ട് നെഞ്ചും അതേപോലെ തന്നെ മുഖവും, നെഞ്ചും മുഖവും എങ്ങോട്ടേക്ക് അഭിമുഖമായി? എതിരയിലേക്ക് അഭിമുഖമായി വലതുവശത്തേക്ക് ചരിച്ചു കിടക്കണം. ഇതാണ് ഒന്നാമത്തെ കിടത്തം. ഇനി ഇതിന് കഴിയുന്നില്ല, സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ റൂമിൽ പെട്ടെന്ന് അതിന് സൗകര്യമില്ല, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കൂടി പിടിച്ചിട്ടെത്താക്കണ്ട, വലിച്ച് വേറെ പ്രയാസപ്പെട്ട് കിടത്തണ്ട. രണ്ടാമത്തെ അടുത്ത രൂപത്തിലേക്ക്, ഇതാണ് ഏറ്റവും അഫ്ദലായ രൂപം. ഇനി അതല്ല എങ്കിൽ, അങ്ങനെ കിടത്താൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നേരെ തിരിച്ച് ഇടതുവശം ഇവിലേക്ക്, അതായത് ഇങ്ങനെ തന്നെ തിരിഞ്ഞു കിടത്തുക. മനസ്സിലായി? അങ്ങനെ കിടത്താം. മൂന്നാമത്തെ കിടത്തം എന്ന് പറയുന്നത് കാല് കിബിലയിലേക്ക് നീട്ടിയിട്ട്, അതായത് കാല് കിബിലയിലേക്ക് നീട്ടുക, തലയുടെ ഭാഗത്തിനടിയിൽ അല്പം, അത് പിന്നീട് നമ്മൾക്ക് വൈകിട്ട് ഒളിപ്പിക്കുമ്പോ ഒക്കെ ആ രൂപത്തിലാണ് കിടത്തേണ്ടത്. പിന്നീട് പറയും. ഏതായാലും ഒന്നാമത്തെ കിടത്തം ഇതാണ്. അങ്ങനെ അസ്രായേൽ അലൈഹിസ്സലാം വരുന്ന, ഏകദേശം മരണം ഉറപ്പായ ഒരു മനുഷ്യന്റെ അടുത്ത് ആദ്യം ഒരു ഓർഡർ ആയിട്ട് നമ്മളുടെ മനസ്സിലേക്ക് പതിയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ എവിടെയെങ്കിലും ഓക്കെ അല്ലേ? പറയുന്നതിൽ ഒരു ഹഫാളിനെ പറയണം, അങ്ങനെ മനസ്സിലാവാൻ പറയണം. മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്ത് ആദ്യം ചെയ്യേണ്ടത് ആളുകൾ വളരെ പെട്ടെന്ന് ഏറ്റവും ബന്ധപ്പെട്ട രണ്ടാളുകൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് ഇന്ത്യ നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിയല്ലേ, ഇതൊന്ന് പഠിച്ചിട്ട് പോട്ടോ. ഒരു നമ്മളെന്താ പറയാ, മദ്രസയിൽ പണ്ട് 1ാം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ഒരു ഇരുത്തയില്ലേ, ആ ഒരു ഇരുത്തി ഇരുത്താറുണ്ടോ എന്ന് പറഞ്ഞാല് പഠിച്ചിട്ട് തന്നെ പോകണം. നമ്മൾ ഓരോ ഭാഗവും നമ്മുടെ മനസ്സിലങ്ങ് പതുക്കി പോകണം. അതാണ് ഇങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത്, ഡെമോ വെച്ച് ചെയ്യുന്നത്. ആ രീതിയിൽ പതിയാണ്. രണ്ടാളുകൾ, ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടാളുകൾ മയ്യത്തിന്റെ 2 വശത്ത് ഇരിക്കുക. കസേരയിട്ട് 2 വശത്ത് കിടത്തി, പറഞ്ഞതുപോലെ കിടത്തി 2 വശത്ത് ഇരിക്കുക. എന്നിട്ട് വിശുദ്ധമായ സൂറത്ത് യാസീൻ, മരണാസന്നനായ വ്യക്തി നമ്മളുടെ മുന്നിൽ പെട്ടാൽ, മൂപ്പര് മരിക്കാൻ പോവാണെന്ന് തോന്നിയ പിന്നെ ഒന്നും ആലോചിക്കേണ്ടതില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ, യാസീൻ സൂറത്ത് ഓതുകയാണെങ്കിൽ ഇഖ്റഉ അലാ മൗതാകും, സൂറത്ത് യാസീൻ, നിങ്ങളിൽ നിന്ന് മരണാസന്നനായ വ്യക്തിയുടെ അടുത്ത് നിന്ന് യാസീൻ സൂറത്ത് ഓതണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ഭാഗത്ത് നിന്ന് യാസീൻ എങ്ങനെ ഓതണം? ഈ വ്യക്തി ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് യാസീൻ ഓതണം, മറുഭാഗത്ത് നിന്ന് സൂറത്ത് റഅദ് ഓതണം. റഅദ് സൂറത്ത് വിശുദ്ധമായ ഖുർആൻ എടുക്കാൻ നേരില്ല. പെട്ടെന്ന് തന്നെ ഇന്ന് സൗകര്യങ്ങളുടെ സുഖ പറുദീസയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫോൺ ഓണാക്കുക, ഒരൊറ്റ എന്താ പറയാ, ഇവിടെ ഖുർആൻ ഇല്ലാത്ത ഏതെങ്കിലും മൊബൈലുള്ള ആൾക്ക് ഇവിടെ അത് ഫോണിലൊക്കെ ഖുർആനില്ലേ, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഇല്ലാത്തവര് ഡൗൺലോഡ് ചെയ്ത് വെക്കണുണ്ടോ? മറക്കരുത്. ശുദ്ധമായ ഖുർആൻ എല്ലാവരുടെയും ഫോൺ ഉണ്ടാവണം. കാരണം നമ്മൾ വേറെ ഇല്ല, ഇൻസ്റ്റഗ്രാമില്ലേ ഇല്ലേ, ഖുർആൻ ഉണ്ടോ? അപ്പോ ബാക്കിയുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ തന്നെയല്ല, അതിനേക്കാൾ ഗൗരവത്തിൽ നമ്മളുടെ ഫോണിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ആപ്പുകളുണ്ട്. അതാണ് വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെ ഒരു സാഹചര്യം വേറൊന്നും ആലോചിക്കില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ റസൂൽ എന്ന് പറഞ്ഞതാണ്, ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ, യാസീൻ സൂറത്ത് മരിക്കുന്നവരുടെ അടുത്ത് ഓതണം. മറുവശത്തുള്ള ആളോ സൂറത്തു റഅദ്, അറിയില്ലേ? റഅദ് സൂറത്ത് കേട്ടില്ലേ? അതും എന്താ പറയാ, യാസീൻ കുറെ ആളുകൾ കാണാത്ത നമുക്ക് അറിയുന്നതാണ്. അതേ സ്ഥാനത്ത് റഅദ് സൂറത്ത് കാണാതെ അറിയില്ല. എന്ത് ചെയ്യണം? ഫോണിൽ പെട്ടെന്ന് ഈ പറഞ്ഞ ആപ്പിലേക്ക് പോകണം. വേഗത്തിൽ, ഇന്നത്തെ കാലത്താണ് ഫോൺ എന്ന് പറയുന്നത്, ഖുർആനിന്റെ പെട്ടെന്ന് ഖുർആൻ എടുത്ത് വെച്ചോളണം. ഞാൻ പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ഇതിന് എന്താക്കരുത്,
അതാ എന്താ ചെയ്യാൻ മനസ്സിലായത് ഒരു പോകുന്നില്ല അപ്പൊ എന്താ ചെയ്യാ അല്ല മറ്റൊരു വിളിക്കും അയാളെ വിളിക്കും എല്ലാവരും അറിയിക്കും അറിയിക്കും എല്ലാവരും മരിക്കാൻ പോവാണ് അല്ല മോളിൽ എത്തിക്കില്ല ഓളെ പെട്ടെന്ന് വിളിക്കും ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് അത് വേറെ ആരും പുറത്തുനിന്ന് ചെയ്തോട്ടെ നമ്മൾ ഏറ്റവും അടുത്തുള്ള എന്ത് ചെയ്യണം ഒരു ഭാഗത്തിരുന്ന് യാസീൻ ഓതണം മറുഭാഗത്തിരുന്നുകൊണ്ട് സൂറത്തുർ റഅദ് ഓതണം എന്തിനാണ് ഈ സൂറത്ത് ഓതുന്നതെന്നല്ലേ ആയിഷ ബീവിയോട് നബി തങ്ങൾ പറയുന്നുണ്ട് യാ ആയിഷ ബീവിയേ എന്റെ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ ആരാ പറഞ്ഞത് ജീവിതത്തിൽ ഒരു നേരം പോലും ഒരു അപാകത പോലും പ്രവർത്തിച്ചിട്ടില്ലെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തിയ ജല്ല ജലാലായ റബ്ബിന്റെ സവിധത്തിൽ ഒന്നാം സ്ഥാനമായി നിൽക്കുന്ന നമ്മളുടെ നേതാവ് പറയുകയാണ് ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ ആ നബിയാ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മരണവേദന ലഘൂകരിച്ച് കിട്ടണമെങ്കിൽ അത് എളുപ്പമാക്കി തരും അവന്റെ റൂഹ് പോകാൻ ഇപ്പൊ രണ്ട് ഇത് മറക്കരുത് ഇതെല്ലാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു ഏതായാലും അങ്ങനെ രണ്ട് അപ്പൊ എന്തെല്ലാം ചെയ്തത് വലതു ഭാഗത്ത് എടുത്ത ഓരോ നോഡലിങ്ങനെ പഠിച്ചുമാണ് വലതു ഭാഗത്ത് ചർച്ചകൾ ഒക്കെ അല്ലേ അതേപോലെ തന്നെ രണ്ടാളുകൾ അഴുപ്പറ ഇരിക്കുന്നു എന്തോന്നു ഒരാൾ യാസീൻ ഓതുന്നു മൂന്നാൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണോ മനസ്സിലായോ ഒരാൾ എഴുതു കുറച്ച് കുറച്ച് യാസീൻ എങ്ങനെയല്ല അയാൾ യാസീൻ ഓതുക മനസ്സിലായില്ലേ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എന്താക്കണം ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യണം ഒറ്റാളേ ഉള്ളൂ വേഗം യാസീൻ ഓതുക അതേപോലെ തന്നെ അതിനിടയിൽ ഒറ്റാളേ ഉള്ളെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വരിക അയാൾ എന്ത് ചെയ്തു കൊടുക്കുക മരണാസന്നനായ വ്യക്തിയുടെ ചെവിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അതേപോലെ തന്നെ ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗീയ പ്രവേശനം ലഭിച്ചവനാണെന്നാണ്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ നാവിൽ അല്ലാഹു ആ സമയത്ത് ത്വാഖത്ത് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെ കിടക്കാൻ ആ സമയത്ത് മക്കൾ പറഞ്ഞു കൊടുത്താൽ പിശാചിന്റെ ഒരു പ്രത്യേകമായ ഒരു ആജ്ഞ ഇയാളിലേക്ക് പ്രവർത്തിക്കുന്ന. ഇനി ആരിലെ മക്കൾ ചെയ്യണം? അതായത് മക്കൾ പറഞ്ഞു കൊടുക്കുമ്പോ ഈ ഉപ്പത്ത സ്വാഭാവികമായി ഉപ്പയുടെ മൈൻഡിലേക്ക് വരിക, ചൊല്ലി കൊടുക്കുമ്പോ ഞാൻ പരിശീലിച്ചു വേണം മോനെന്തിരിക്കാൻ, എന്റെ 10 സെന്റ് സ്ഥലവും കൊലയും, അല്ലെങ്കിൽ ഇത് തീർത്ത് ഓനങ്ങ് കിട്ടണം, കുറെ കാലേ കഴിയുന്നു എന്നുള്ള ഒരു ആലോചനയിൽ മനുഷ്യൻ മരിക്കുന്ന നേരം എന്ന് പറഞ്ഞാൽ, വിട പറയുന്ന നേരം എന്ന് പറഞ്ഞാൽ പിശാചി എല്ലാവിധ ചിന്തയും പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടുവരുന്നതാണ്. അപ്പൊ മക്കളെക്കാൾ ഏറ്റവും നല്ലത് ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയേറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നാട്ടിലുള്ള കാരണവന്മാർ, അല്ലെങ്കിൽ നാട്ടിലുള്ള വ്യവസ്ഥയെ വിളിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത സുഹൃത്തിനെ വിളിക്കാം. ഏറ്റവും നല്ലത് ഇവരുടെ സുഹൃത്തായ ആള് വന്ന് എങ്ങനെ പറയണം? ചെവിയുടെ അടുത്ത് മെല്ലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ വാചകമെങ്ങാനും കേട്ടിട്ട് ഇയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കോളണം. പിന്നെ അത് പറഞ്ഞു കിട്ടിയാൽ പിന്നെ വേറെ സംസാരിച്ചാൽ വീട്ടിൽ എന്ന് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇയാളുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിർബന്ധിക്കരുത്. ചില ആളുകൾ 10-15 വട്ടം ലാലാലെന്ന് പറയിപ്പിച്ചു. നമ്മൾ അങ്ങനെ പറയിപ്പിക്കുമ്പോ അഥവാ അയാൾ പിന്നെ എന്താ പറയുക, അതൊരു വിഷമത്തോടുകൂടെ ദേഷ്യത്തോടുകൂടെ പറയുന്നെങ്കിൽ ഒരു വട്ടം ആത്മാർത്ഥതയോടെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാകില്ല. വേറെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മനസ്സിലായോ? അപ്പൊ 3 ആളുകളാണ്. ഒരാൾ റഅദ് സൂറത്ത് ഓതുന്നു, ഒരാൾ യാസീൻ ഓതുന്നു, ഒരാൾ എന്താക്കുന്നു അടുത്ത് വന്നിട്ട് നേരത്തെ പറഞ്ഞ മക്കളോ പിന്നെ ശത്രു. ഒരുപക്ഷെ മൂപ്പര് പൈസ കൊടുക്കാനുള്ള ആളുണ്ടാവും, മൂപ്പര് അല്ലെ തന്നെ ഓനോട് ചെറിയൊരു ദേഷ്യത്തിൽ മോൻ മരിക്കുന്ന നേരത്തെ ആരാണെന്ന് പറഞ്ഞാൽ അവസ്ഥ
സ്വാഭാവികമായി കേൾക്കോ ഒരു 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 പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാവില്ല മനുഷ്യനല്ലേ. അപ്പോ ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ മനസ്സിലായില്ലേ, ഇയാളുടെ അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ആര് വരണം, ബന്ധപ്പെട്ട നമ്മൾ ഒരു പക്ഷേ മനസ്സിലാക്കണം. ആ സമയത്ത് എഴുന്നേറ്റ് പായാനുള്ള പൂതി ഉണ്ടാകും. അസ്രായീൽ അലൈഹിസ്സലാം വന്നു എന്ന് മനസ്സിലാക്കുന്ന ഈ മനുഷ്യൻ കാലിൽ നിന്ന് റൂഹമെടുത്തം ആരംഭിക്കുമ്പോ അസ്രായീൽ അലൈഹിസ്സലാം തലഭാഗത്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് കാണുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാം തലഭാഗത്തിരിക്കുന്നു. മാലാഖമാര് മുഴുവനും 4 ഭാഗത്തും വളഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മാലാഖ ഒരു വരക്ക് ഈ മനുഷ്യനെ എഴുന്നേറ്റ് പോകുന്നതിന് വേണ്ടി പോകാതിരിക്കാൻ അയാളെ അടക്കി പിടിച്ചിട്ടുണ്ട്. 4 ഭാഗവും പിടിച്ചു വെച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നോറും ആ മനുഷ്യൻ പരാജയപ്പെട്ടവിടെ കിടന്നു പോവുകയാണ്. അവസാനം അതാ കാലിൽ നിന്ന് റൂഹ് പിടിക്കുകയാണ്. കാലിന്റെ ഭാഗത്ത് നിന്ന് റൂഹ് പിടുത്തം ആരംഭിക്കുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു വിഭാഗം മലക്കുകൾ ഈ കാലിൽ നിന്ന് റൂഹ് ഇടത് കാലിന്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ റൂഹ് പിടിച്ച് മുട്ടുവരെ റൂഹ് പിടുത്തം എത്തുകയാണ്. അതിനുശേഷം ആ വിഭാഗം മലക്കുകളെന്ന് മാറി നിൽക്കും. ശുദ്ധമായ കിതാബുകളിൽ കാണാം 3 വിഭാഗം മലക്കുകളാണ്. ഒരു വിഭാഗം മലക്കുകൾ മുട്ടുവരെ റൂഹ് പിടിക്കുകയാണ്. ഇസ്രായീൽ അലൈഹിസ്സലാം ഇതാ മുമ്പിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. മുട്ടുവരെ റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗം മലക്കുകൾ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അടുത്ത വിഭാഗം മലക്കുകൾ മുട്ടിൽ നിന്ന് ഈ പൊക്കിളിന്റെ ഭാഗം വരെയുള്ള റൂഹ് പിടിക്കുകയാണ്. ഈ മനുഷ്യൻ മരണം ഉറപ്പിക്കുകയാണ്. പൊക്കിളിന്റെ ഭാഗം വരെയുള്ള റൂഹ് പിടുത്തം കഴിഞ്ഞാൽ ആ വിഭാഗം മലക്കുകൾ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. 3ാമത്തെ വിഭാഗം മലക്കുകൾ ഇതാ റൂഹ് തൊണ്ടക്കൊയ്യിൽ എത്തുന്നത് വരെ പിടിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് റൂഹ് പിടിക്കുന്നത് അസ്രായീൽ അലൈഹിസ്സലാമാണ്. ജല്ല ജലാലായ റബ്ബേ, ആ സമയത്ത് ഇടറാതെ പതറാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞ് മടങ്ങാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ 3ാമത്തെ വിഭാഗം മലക്കുകൾ ഇവിടെ എത്തി. അസ്രായീൽ അലൈഹിസ്സലാം ഇവിടെ നിന്ന് റൂഹ് പിടിക്കുകയാണ്. റൂഹ് പിടിച്ചു. കണ്ണുകളിലൂടെ റൂഹ് പോകുന്നത് ഈ മനുഷ്യൻ കാണുകയാണ്. രണ്ട് രീതിയിലാണ് ഇയാൾ ഇത് അനുഭവിക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ ശിക്ഷയുടെ മാലാഖമാർ തീയിനാലുള്ള ഒരു പുടവ കൊണ്ടുവരും. അതിലേക്ക് റൂഹിനെ ചേർത്ത് പിടിച്ച് സിജ്ജീനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നാലോ നല്ല മനുഷ്യനാണെങ്കിൽ ബഹുമാനപ്പെട്ട ഈ കിടക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കുകയാണ്, ഇതാ ഞാൻ പോകുന്നത് റബ്ബിന്റെ അടുത്തേക്കാണ്. അങ്ങനെ റൂഹ് പിടിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു വാചകം കേൾക്കും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു ഇത് കേൾക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് നൽകട്ടെ. നമ്മളുടെ ഈ മജ്ലിസിൽ വന്നതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം, ഇനി പറയുന്ന 7 കാര്യങ്ങൾ കാണാതെ ഓർഡറിൽ ഇപ്പൊ ഇവിടെ എല്ലാവരും പഠിക്കണം. 1ാമത്തെ കാര്യം, മരിച്ചു എന്നുറപ്പായാൽ വിദഗ്ധരായ ഡോക്ടർമാരിൽ നിന്ന് തേടി 2 കണ്ണുകൾ പൂട്ടിക്കൊടുക്കലാണ്. 2ാമത്തേത് കിതാബുകളിൽ പരാമർശിക്കുന്നത് കണ്ണു പൂട്ടിക്കഴിഞ്ഞാൽ ശുദ്ധലിയാമോ അവന്റെ താടിയൊന്ന് കെട്ടണം. താടിയൊന്ന് കെട്ടണം. ശുദ്ധലിയാമോ അയാളുടെ താടിയൊന്ന് കെട്ടണം. കണ്ണു പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ താടി കെട്ടലാണ്. താടി കെട്ടിയിൽ എന്താ സംഭവിക്കുക? കുറച്ച് വൈകി പോയാൽ ഈ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുകൊണ്ട് കൂടുതൽ പ്രയാസപ്പെടും. കാണുന്ന ആളുകൾക്കൊക്കെ അത് പ്രയാസമാവുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നമ്മൾക്ക് മരിച്ച ഉടനെ നമ്മൾ അടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു പേടിച്ചോ ഭയന്നോ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും, നമ്മൾക്ക് കരച്ചിൽ വരുന്നുണ്ടാവും, കണ്ണുനീര് വരുന്നുണ്ടാവും, പൊട്ടി പൊട്ടി കരയുന്നുണ്ടാവും. പക്ഷെ ചെയ്യേണ്ട അയാളുടെ 2 കണ്ണുകളും കൂട്ടലാണ്. 2 കണ്ണുകളും കൂട്ടലാണ്. ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, അല്പം പോലും വൈകരുത്. മരണം ഉറപ്പായി കഴിഞ്ഞ
ചെയ്യേണ്ട പണി ബിസ്മില്ലാഹി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ബിസ്മി ചൊല്ലി ബിസ്മില്ലാഹി എന്ന് പറ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്ന് പറഞ്ഞ് രണ്ട് കണ്ണും മെല്ലെ നടക്കുക. കാരണം ആ കണ്ണിങ്ങനെ തുറിച്ചു നോക്കുമെന്നാണ് റൂഹ് പോകുന്നത്. ആ കണ്ണിങ്ങനെ നോക്കി ആകാശത്തേക്ക് റൂഹ് ഇങ്ങനെ പോകുന്നത്. ഇസ്രായേൽ അലൈഹിസ്സലാമിന്റെ കയ്യിലൂടെ പടഞ്ഞുകൊണ്ട് റൂഹ് പോകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ണിന് ഉറപ്പല്ലേ. ഖുർആനിൽ അല്ലാഹു ഒരു പരാമർശം ഞാൻ ഈ സമയത്ത് സന്ദർഭികമായി പറയുകയാണ്. ഒരു പരാമർശമുണ്ട്, ആ സമയത്ത് അവന്റെ കണ്ണിൽ ഇങ്ങനെ പോകുന്നത് ഏതൊക്കെ കുറിപ്പിക്കണം സമയം സമയമുണ്ടല്ലോ അല്ലേ. ഈ ഒരു മോഡല് ഏതായാലും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പഠനം അമേരിക്ക നടത്തിയിരുന്നു. അതായത് മരണാസന്നനായ വ്യക്തി അനുഭവിക്കുന്ന ഫീലിംഗ് പുതിയ കാലത്ത് നടത്തിയ ഒരു പഠനം. അതായത് മരണത്തോട് മല്ലിടുന്ന ലാസ്റ്റ് മൊമെന്റിൽ ഉണ്ടാവുന്നതായും ഏതായാലും ഇങ്ങനെ ഒരു മുഴുവനായി മറയുന്ന ഒരു തുണി കൊണ്ട് കാലിന്റെ ഭാഗവും തലയുടെ ഭാഗവും മറയുന്ന രീതിയിലേക്ക് അടിയിലുള്ള വസ്ത്രങ്ങളൊക്കെ നീക്കിയതിനു ശേഷം വെളുത്ത തുണി കൊണ്ട് അങ്ങ് മറച്ചു കളയണം. അങ്ങനെ മറച്ചു കളയണം. അപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ ചെയ്തു. കണ്ണടച്ചു, അതേപോലെ താടി വെട്ടി, മൂന്നാമത്തേത് കിടപ്പുകൾ നേരെയാക്കി, നാലാമത്തേത് നിങ്ങൾ പറയണോ, നിങ്ങൾ ഉണ്ടോ? നാലാമത്തേത് ഡ്രസ് മാറ്റി, അഞ്ചാമത്തതോ ആ മാറ്റി അതിന്റെ മേലെ നമ്മൾ എന്തെടുത്തു, കൊടുത്ത തുണിയിടുന്നു. ഇനി 6ാമത്തെ കാര്യം എന്താണ്? 6ാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇയാളുടെ വയറിലേക്ക് വയറിന്റെ മുകളിൽ അല്പം ചെറിയൊരു ഭാരമുള്ള വസ്തു വെക്കണം. അല്പം ചെറിയുള്ള ഭാരം ഇങ്ങനെ ചെറിയ ഭാരം ഒന്നുകിൽ ഇത് മുകളിൽ വെക്കാം, അടിയിലും വെക്കാം, 2 ഭാഗത്തും വെക്കാം, പ്രശ്നവുമില്ല. അപ്പൊ ഇത് വെക്കുമ്പോ വലിയ കല്ലെടുത്തോണ്ട് വെക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അളവൊക്കെ ഏറ്റവും 20 ദിർഹം എന്നാണ് പിന്നെ കിതാബുകൾ കാണും. 20 ദിർഹമിന്റെ കനം, 20 ദിർഹമിന്റെ കനം എന്ന് പറയുന്നത് 60 ഗ്രാമാണ്. 100 ഗ്രാം കൂടി വരുന്നില്ല, 60 ഗ്രാം. അപ്പൊ അത്ര വെക്കാനുള്ള ഒരു ചെറിയൊരു വസ്തു അതിന്റെ ഭാഗം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവിടെ. അപ്പൊ കാര്യം പറഞ്ഞില്ലേ, കാര്യം പറഞ്ഞു 6 6ാമത്തത് ഈ ഒരു 60 ഗ്രാം കനമുള്ള ഒരു വസ്തു അത് വയറിന്റെ ഭാഗത്തേക്ക് വെക്കേണ്ടതാണ്. അതിനുശേഷം പിന്നെ ചെയ്യാനുള്ളത് വളരെ പെട്ടെന്ന് ഇരിപ്പൊന്നുമില്ലാതെ ഒരു ഉയർന്ന കട്ടിലിന്റെ മേൽ, ഒരു ഉയർന്ന കട്ടിലിന്മേൽ കിടത്തുക. ഉണ്ടെങ്കിൽ പിന്നെ കട്ടുമേലേക്ക് എടുത്ത് കട്ടണ്ട, അത് കൂടുതൽ പറഞ്ഞത് മാത്രം. കട്ടിന്റെ മേലുള്ള ആളെ പിന്നെ എടുത്ത് കട്ടിലേക്ക് എടുത്തിട്ടുണ്ട. ഓൾറെഡി എടുത്തിട്ടുള്ളത് കട്ടുമത്തിന്റെ ഉണ്ട്. അങ്ങനെ 7 കാര്യങ്ങളാണ്. ഈ 7 കാര്യങ്ങൾ ഞാൻ എണ്ണം പറയുന്ന നിങ്ങൾ പറയണം, ചെറുമാരൊക്കെ പറയണം. രണ്ടാമത്തത് ശുദ്ധ എന്താ ചെയ്യേണ്ടത്? താടി കെട്ടണം. താടി കെട്ടുക എന്ന് പറയുമ്പോ ഏത് ഭാഗത്ത് നിന്നാണ് കെട്ടേണ്ടത്? നമുക്കറിയാലോ, കെട്ട് വരേണ്ടത് ഈ മൂർധാവിൽ. എവിടെയാണ്? ഇവിടത്തേക്ക് കെട്ടിയെന്തോ നിങ്ങൾ പോലും. അപ്പൊ നമ്മൾ ഈ മൂർധാവിലേക്ക് കണക്കാക്കി കെട്ടി കിട്ടും. ഇവിടെ നിന്ന് കെട്ടിയിട്ട് ഈ മൂർധാവിന്റെ ഭാഗത്ത് കെട്ട് വരുന്ന കൊലത്തിൽ കെട്ടുക. മനസ്സിലായേ? ഈ മൂർധാവിന്റെ ഭാഗത്തേക്ക് കെട്ടുക, ശുദ്ധലിയാവും. ഏതായാലും മനസ്സിലാക്കി ഇങ്ങനെ താഴെ കിട്ടുക. രണ്ടാമത്. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇയാളുടെ കിണിപ്പുകൾ മയപ്പെടുത്തുക. അന്നത്തെ കിണിപ്പുകൾ, സന്ധികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സന്ധികളുണ്ട്. ഒരു സന്ധി ഇതാണ്. രണ്ടാമത്തേത് മുട്ടിന്റെ ഭാഗമാണ്, തോളാണ്. ഇതൊക്കെ ഒന്ന് മയപ്പെടുത്തണം. കൈകാലുകളിലുള്ള സന്ധികൾ. മെല്ലെ ഇയാളുടെ തലയെടുക്കുക, തല മെല്ലെ പൊതിക്കുക. തലയൊന്ന് മെല്ലെ അടക്കുക. ആദ്യം തല ചെറുങ്ങനെ അടക്കുക, അവിടെ വെക്കുക. രണ്ടാമത് വലതില്. ഓർഡർ ഇതിലൊന്നും പ്രത്യേകിച്ച് ഓർഡറില്ല, പെട്ടെന്ന് ചെയ്യണം. ഇതിനൊന്നും നമ്മൾ എന്താ പറയാ, തലയാണല്ലോ കാലാണ് ആദ്യം ഇറക്കണ്ടി. ഇതുകൊണ്ട് ഔട്ടേഴ്സ് ചെയ്യരുത്, പെട്ടെന്ന് ചെയ്യണം. കാരണം എന്താണ്, ഇതൊക്കെ വൈകി കഴിഞ്ഞാൽ പിന്നെ
മരിക്കുന്ന നേരത്തിൽ ഇങ്ങനെയുള്ള വെച്ചോ, നമ്മൾ പെട്ടെന്ന് ഈ കിടപ്പാടെ കിടക്കും. കാരണം മനുഷ്യന്റെ ശരീരം തണുത്ത് കഴിഞ്ഞാൽ അവസാനത്തില അത്തരത്തിലുള്ള അവസ്ഥകൾ കണക്കാക്കട്ടെ. ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കാനാണ്, വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അതായത് ഈ കൈയിന്റെ ലോക്ക് എന്ത് ചെയ്യുക, മെല്ലെ നടക്കുക, അതേപോലെ മുട്ടൊന്ന് രണ്ടുമായിട്ട് നടക്കുക, തോള് അതേപോലെ ഈ കൈ അതേപോലെ തന്നെ ഒന്ന് ഇരുത്തിയിട്ട്, അതായത് ഒന്ന് ഇരുത്തി ഒന്ന് കിടക്കുക, അതേപോലെ ഈ രണ്ട് കാലുകളും അതേപോലെ തന്നെ എന്ത് ചെയ്യാം, മുട്ട് ഇവിടെ ഒന്ന് കിടക്കുക, അതേപോലെ മുട്ട് പ്രത്യേകിച്ചതായി പറയല്ല. അപ്പൊ മൂന്നാമത് ഇതാണ് ചെയ്യേണ്ടത്. ഓർഡർ നമ്പർ 1 കണ്ണടക്കലാണ്. രണ്ടാമത് കാണാതെ പഠിച്ചു പോകണം. ഇതിൽ ഇപ്പം പറയാൻ തന്നെ കാണാതെ പഠിക്കണം. ഏഴ് കാര്യം പെട്ടെന്ന് ചെയ്യണം. ഇതിന് വേറെ ടൈമിൽ കാത്തു നിൽക്കുന്ന പരിപാടിയല്ല. വളരെ പെട്ടെന്ന് ഉത്സാഹപ്പെട്ട് ചെയ്യണം. പക്ഷെ വളരെ പെട്ടെന്ന് കൈപിടിച്ച് നിൽക്കണം. പെട്ടെന്ന് മീൻസ് ഇത് ആക്കത്തിലാ ചെയ്യേണ്ടത്. അധികം സമയം എന്താ വേണ്ടത്, ലേറ്റ് ആണ്. അപ്പോ ഒന്നാമത്തേത് കണ്ണടക്കലാണ്, രണ്ടാമത്തേത് താടികെട്ടലാണ്, മൂന്നാമത്തേത് കെണിപ്പുകൾ നേരെയാക്കലാണ്, നാലാമത്തേതോ വേഗത്തിൽ പിന്നീട് ചെയ്യേണ്ടത് ഇയാളുടെ മരിക്കുന്ന നേരമിട്ടിട്ടുള്ള മുഴുവൻ വസ്ത്രവും മാറ്റലാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിലെ റൂമിലാണെങ്കിൽ, ഇനി വീട്ടിലെ റൂമിലാണെങ്കിൽ, ആണാണ് മരിക്കുന്നതെങ്കിൽ പെണ്ണുങ്ങളോടൊപ്പം ഒന്ന് പറയാം, എല്ലാരും ഈ എന്താ പറയാ കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവേ, അപ്പൊ അവരോടൊപ്പം അതിലൊന്നും ഒരു നമ്മൾ ഈ ദീൻ പറയുന്നിടത്ത് ഒരു മടിയും വിചാരിക്കരുത്. ഒരു സ്ഥലത്തും നമ്മളത് പറഞ്ഞതിന്റെ പേരിൽ ചെറുപ്പപ്പെട്ടേക്കാം, പക്ഷെ പറയേണ്ടത് നമ്മൾ പറയേണ്ടടുത്ത് പറയണം. പരിശുദ്ധമായ അള്ളാന്റെ ദീനാണ്, അതിലൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യരുത്. ഒരുപക്ഷെ ചില ആൾക്കാം വലിയ പുലിയാൻ ഒതുക്കി അല്ലെങ്കിൽ വലിയ ദീൻ ഒതുക്കി എന്ന് പറഞ്ഞേക്കാം, പക്ഷെ നമ്മൾ പറയേണ്ടടുത്ത് പറയണം. അന്യ സ്ത്രീകൾ അവരുടെ വസ്ത്രം. അങ്ങനെ ശരീരത്തിൽ ആ സമയത്ത് ധരിച്ചിരുന്ന മുഴുവൻ വസ്ത്രങ്ങളും നീക്കം ചെയ്യുക. നീക്കം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയാളുടെ ഔറത്ത് കാണുന്ന അവസ്ഥ വരരുത്. വളരെ പെട്ടെന്ന് തന്നെ നീക്കലോടുകൂടെ ഒരു തുണി, അതായത് വെളുത്ത തുണി ഇയാളുടെ മുകളിലൂടെ ഇടണം. തീരെ നേരിയതാവരുത്, ഉള്ളിൽ കാണുന്ന രൂപത്തിലുള്ളതാവരുത്. അല്പം കട്ടിയുള്ള വെളുത്ത തുണി മുകളിലൂടെ മുഴുവൻ മറയുന്ന രീതിയിൽ തുണിയിടണം. ശരീരത്തിലെ മുഴുവൻ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റി ഇയാളുടെ മുകളിലേക്ക് ഒരു വെളുത്ത തുണിയിടുകയാണ്. കാര്യമൊന്ന് നോക്കി നിന്നതാണ്. എന്നാൽ തങ്ങളെ കുളിപ്പിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് ഒന്നാമതായി കാര്യങ്ങളൊക്കെ നോക്കി നിന്നാണ്. ഒന്നാമതായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ വസിയത്ത് ഉണ്ടായിരുന്നു അലിയായുധങ്ങളോട്. അലി റളിയല്ലാഹു അൻഹുവാണ് റസൂലുള്ളാഹിന്റെ മയ്യിത്ത് കുളിപ്പിച്ചത്. മെയിനായിട്ട് അലി റളിയല്ലാഹു അൻഹുവാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതേപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ ഒരു അടിമയായ സ്വാലിഹ് എന്നാണ് പേര്, ശുക്രാൻ എന്നും അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു. അഞ്ചാളുകളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ ഉണ്ടായത്. അപ്പൊ അതിൽ ഈ അഞ്ചാളുകളിൽ ഏറ്റവും നേതൃപരമായ പങ്ക് വഹിച്ചതാരാണ്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇനി 4 ആൾ ഈ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് തരണം. ഒന്നും നോക്കണ്ട, ആ ചെക്കന്മാർ 4 ആളാണ്. മകന്റെ ആ ഓർഡർ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇനി ഇവർക്കെല്ലാം പേടിയാണ്, ഇത് പരിചയമില്ല. വളച്ചോനെ ഈ പരിപാടി ഞങ്ങൾക്ക് അറിയില്ല മാറിയിട്ടാണെങ്കിൽ ആരും കേൾപ്പിക്കാണ്ടിരിക്കുന്നല്ലോ. ഒരു അതിന്റെ അർഹതപ്പെട്ട അഫ്ളലിയത്തിന്റെ ശ്രേഷ്ഠതയുടെ ഓർഡറാണ്. ഒന്നാമത് ഉപ്പാപ്പ, മകനാണ്. ഇത് ഈ വിഭാഗം ഇല്ലെങ്കിലാണ് പിന്നെ ആര് വരുന്നത്? സഹോദരൻ, മരിച്ചാണ് സഹോദരൻ. അല്ലെങ്കിൽ ഇവരുടെ ഈ സഹായില്ലെങ്കിൽ ഉപ്പയുടെ സഹോദരൻ, ഇല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരൻ മകൻ. ആ രൂപത്തിലാണ് അതിന്റെ ഘടന വരുന്നത്. ഏതായാലും ഇനി ആർക്കും ആ കൂട്ടത്തിലൊന്നും എന്താ പറയുക പറഞ്ഞതുപോലെ സൗകര്യ പേടിയാണ് അങ്ങനെയാണ് കാര്യങ്ങളാണെങ്കിൽ പിന്നെ അവിടെയുള്ള ആളുകൾ എന്താവണം? നമ്മൾ ഈ ഒരുമിച്ച് കൂടി ആളുകൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മളുടെ ഒരു സാഹചര്യം വന്നാൽ പിന്നെ അവിടെ അമാന്തിച്ച് നിൽക്കരുത്. വളരെ പെട്ടെന്ന് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും മയ്യിത്ത് കുളിപ്പിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് കുളിപ്പിക്കാൻ പോലെ അല്ലേ? നമ്മളൊന്ന് ഇരുന്നു
റെഡിയാ? ഓക്കെ. മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ഒഴുക്കുവെള്ളത്തിലാണ് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും പച്ചവെള്ളം കൊണ്ടുവരുന്ന ബക്കറ്റിൽ പച്ചവെള്ളം വെക്കുന്നു. ഈ ആളുകളൊക്കെ നിൽക്കുന്നു. ആദ്യം തന്നെ വെള്ളമൊഴിക്കലല്ല, ആദ്യം തന്നെ കുളിമുറിയിലെത്തിയ കുളിമുറിയിലെത്തി മയ്യത്തിതാ കുളിമുറിയിൽ കിടത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സുബൈർക്ക് തിരിഞ്ഞു കിടന്നാൽ ഉപകാരമായിരുന്നു. കടത്തേ തന്നെയാണ്, പക്ഷെ ഞാൻ എന്റെ കാലിന് സൗകര്യം നിങ്ങൾ അങ്ങോട്ട് കടത്തം നേരത്തെ പറഞ്ഞ കടത്തം തന്നെയാണ്. പക്ഷെ ഈ കിടക്കുന്നതിനാന്ന് വെച്ചാല് ഞാൻ പിന്നെ അപ്പുറം പോകേണ്ടി വരും. ഏതായാലും നമ്മൾ ഈ മുകളിലുള്ള തുണിയുണ്ട്, വേറെ അടിയിൽ തുണിയും കാര്യങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട കുളിമുറിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി കാര്യങ്ങളൊക്കെ കുളിമുറിയൊക്കെ അവസരങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇടപെടാനുള്ള മനസ്സുണ്ടാവും. ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല. ഏതായാലും അങ്ങനെ ചെയ്യുകയാണ്. ഒരു കാര്യം പുറത്തുപോയി പറയുന്നത്, അപ്പൊ ഇതിന് ഇടപെട്ടാലുള്ള കൂലിയാണ്, അതിന് ഗൗരവമാണ്. നമ്മളെ വന്നു പോയതൊക്കെ പോവാണ്. ഒന്നും പെറ്റിട്ട വരാതെ പിന്നെ അതിലപ്പുറം എന്താ ഒരു മനുഷ്യൻ ക്ലീൻ അല്ലേ? അതീതെന്താ അവർ എഴുതി വെച്ച ഫുൾ ക്ലിയർ ആവാൻ ഒരൊറ്റ ദിവസം ഒരു മയ്യത്തിനെ കുളിപ്പിച്ച് പുറത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇടപെടണം. അപ്പോ ഈ കാര്യം നമ്മൾ കാലുമേൽ വെച്ചു, ശ്രദ്ധിക്കാം. കാലുമേൽ കയറ്റി വെച്ചു, വയറ് തടവി ജസ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് കുളിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യമായി നമ്മളുടെ കുളിപ്പിക്കൽ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഒഴിഞ്ഞ കൈയോടുകൂടെ മയ്യത്തിനെ സ്പർശിക്കാൻ പാടില്ല. ഒഴിഞ്ഞ കൈയോടുകൂടെ മയ്യത്തിനെ സ്പർശിക്കാൻ പാടില്ല. നമ്മൾ കൃത്യമായി കൈകളിൽ ഗ്ലൗസ് എന്ന് പറയുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഗ്ലൗസ് നമ്മുടെ ഇടയ്ക്കൊക്കെ മാറ്റേണ്ടി വരും. ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ഭാഗം ക്ലിയർ ആക്കാനെടുത്തു, അടിഭാഗം ക്ലിയർ ആക്കാനെടുത്തു, ഈ ഭാഗം ക്ലിയർ ആക്കാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോ ശീലഭാഗത്തിന് മാറ്റേണ്ടി വരും. പക്ഷെ അവിടെ കൂടുതൽ ഗ്ലൗസ് വേണ്ടി വരും. ഒരു ഭാഗത്തേക്ക് ചരിച്ചിട്ട് ആ മലദ്വാര ഭാഗം ക്ലിയർ ചെയ്യും. ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? പിന്നീട് നമ്മൾ ഈ മയ്യത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കണം. അല്ല, അതിനുമ്പ് ഒരു കാര്യം ചെയ്യണം. കൂട്ടത്തിൽ നമ്മുടെ ഈള് കൊണ്ടുവരുന്നു. ഈളെടുത്തിട്ട് മയ്യത്തിന്റെ ശരീരഭാഗം ഒന്ന് വൃത്തിയാക്കും. അതായത് നഖത്തിന്റെ അടിയിലൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഹോസ്പിറ്റലൊക്കെ പറയാൻ കിടന്നിട്ടുണ്ട്, നഖമൊക്കെ അതിന്റെ അടിയിലൊക്കെ കച്ചറ. അപ്പൊ രണ്ടോ മൂന്നോ കഷ്ണം ഈളെടുത്ത് നമ്മൾ നഖത്തിന്റെ എല്ലാ നഖത്തിന്റെ അടിയിലും എന്ത് ചെയ്യാം? ഈ നഖത്തിന്റെ അടിയിലുള്ള ചേറുകളൊക്കെ ക്ലിയർ ചെയ്യാം. കാലിന്റെ നഖത്തിന്റെ ചേറുകൾ ക്ലിയർ ചെയ്യാം. അതാ കൂടുതൽ ചെയ്യേണ്ടത്. അപ്പൊ ഈ മലതാരത്തിന്റെ പണി കഴിഞ്ഞത് അതുകൂടെ ഇതും അതങ്ങോട്ടൊക്കെ ആദ്യത്തെ ചെയ്തൊന്നും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മയ്യത്തിന് പല്ല് തേക്കൽ. പല്ല് തേക്കൽ എന്ന് പറയുന്നത് ഇടത് കൈയിന്റെ, അത് നമ്മള് ഗ്ലൗസ് മാറ്റും, ഗ്ലൗസ് മാറ്റും. ഇടത് കൈയിന്റെ ചൂണ്ട് വിരൽ കൊണ്ട് ഈ തലാൽക്കൂടി ഇങ്ങനെ വേർത്തി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അത് നമ്മുടെ കാലിനെ തന്നെ വേർത്തി പിടിക്കണം. കാരണം എന്താ വെച്ചാൽ 2-3 കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ. കാലിലേക്ക് നമ്മളുടെ ഇതിനൊന്ന് ഇരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ സമയത്തൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇത് ജീവനോടാകുമ്പോൾ കുറച്ച് എന്താവും പൊന്തും, അതേസമയം ആ സമയത്ത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഈ പല്ലിന്റെ ഭാഗം ഒന്ന് വീതിയിലും അതേപോലെ നാവ് അല്പഭാഗം എന്ത് ചെയ്യാം? നീളത്തിലും. സാധാരണ നമ്മൾ പല്ല് വെക്കുന്നത് പോലെ വലത് ഭാഗത്തേക്ക് വീതിയിലും അതേപോലെ നാവും നീളത്തിലും അത് മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. കൂട്ടത്തിൽ ചെറുവിരൽ കൊണ്ട് മൂക്കിന്റെ ഉള്ളിലുള്ള ചെറിയ ഇതൊക്കെ ചില ആളുകളുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ 2 കാര്യം, ഇടത് കൈയിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് എന്ത് ചെയ്യാം? മിസ്വാക്ക് ചെയ്യാം. ചെറുവിരൽ കൊണ്ട് എന്ത് ചെയ്യാം? മൂക്കിന്റെ ഉള്ളിലുള്ള കച്ചറകളൊക്കെ. അതിനുശേഷം ഈ മയ്യത്തിനാണ് കാര്യം വെച്ചാണ് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം? മിസ്വാക്ക് ചെയ്യലും അതേപോലെ തന്നെ മൂക്കിലുള്ള പ്രയാസങ്ങൾ നീക്കി കഴിഞ്ഞാൽ നമ്മൾ മയ്യത്തിന് വുദു എടുപ്പിച്ചു കൊടുക്കുക. മയ്യത്തിന് വുദു എടുപ്പിച്ചു കൊടുക്കും.
മയ്യിത്തിന്റെ വുളു എന്ന് പറയുന്നത് സുന്നത്തായ കാര്യമാണെങ്കിൽ പോലും വുളുവിന്റെ നിയ്യത്ത് എന്ന് പറയുന്നത് ഫർദ്. പിന്നെ കൂട്ടത്തിൽ മയ്യിത്ത് കുളിപ്പിക്കുന്നതിന് ഫർദ്. മയ്യിത്ത് കുളിപ്പിക്കുന്നതിന് എത്ര ഫർദ്? മയ്യിത്ത് കുളിപ്പിക്കുന്നതിന് ഒരൊറ്റ ഫർദേ ഉള്ളൂ. നിയ്യത്ത് പോലും സുന്നത്താണ്. മയ്യിത്ത് കുളിപ്പിക്കുന്നതിന് ഒരേ ഒരു ഫർദേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അർജന്റ് ആവശ്യം വന്നാൽ ബ്ലീഡിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം പാർന്ന് കാര്യങ്ങൾ കഴിച്ച് വേഗം നിസ്കാരത്തിലേക്ക് പോകണം. മയ്യിത്ത് കുളിപ്പിക്കാനുള്ള ഫർദ് ഓർത്ത് വെച്ചോ. മയ്യിത്ത് കുളിപ്പിക്കാൻ ഒരൊറ്റ ഫർദാണ്. ശരീരത്തിലുള്ള മുഴുവൻ ഭാഗത്തും നജസ് വൃത്തിയാകുന്ന രീതിയിൽ വെള്ളമെത്തിക്കുക. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നജസ് വൃത്തിയാകുന്ന കോലത്തിൽ വെള്ളമെത്തിക്കുക. അത്ര ഒറ്റ ഫർദുണ്ടോ? ഒരു ഫർദ്. അതായത് എന്താണ് ഓവർ വസ്വാസം അങ്ങനെയൊന്നും കളിക്കണ്ട. അങ്ങനെ പെട്ടെന്നുള്ള സാഹചര്യം വന്നാൽ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ കേസാണെങ്കിൽ പിന്നെ നമ്മൾ എന്താക്കരുത്, അവിടെ വേഗത്തിൽ മുതിർന്നവരെ പെട്ടെന്ന് കഴിച്ച്, കാരണം ബ്ലീഡിങ് ഇങ്ങനെ വന്നോണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് പയ്യത് കൊണ്ടുവരും. ഈ അടുത്ത് ഞാൻ ഈ കരുമാനത്ത് ആവള കരുമാനത്ത് പണിയിലുണ്ട് ജോലി. ആ മൂന്നായി ചെയ്യും. മൂന്നായി ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 വട്ടം വെള്ളം ഒഴിക്കുക, പിന്നെയും 3 വട്ടം വെള്ളം ഒഴിക്കുക, പിന്നെയും 3 വട്ടം വെള്ളം ഒഴിക്കുക. പക്ഷെ ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായി നമ്മൾ ഈ പറഞ്ഞ ബക്കറ്റിലുള്ള വെള്ളം എടുക്കുന്നു, തലയുടെ ഭാഗത്ത് നിന്ന് വെള്ളം ഉണ്ടാക്കുന്നു, കാലിലേക്ക് വയ്ക്കുന്നു. തലയുടെ ഭാഗത്ത് നിന്ന് വെള്ളം കാലിലേക്ക്, സാധാ നല്ല വെള്ളമാണ്, പച്ചവെള്ളം കാലിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വയ്ക്കുന്നു, ഇങ്ങനെ വയ്ക്കുന്നു. 3 തിരിച്ചു 3ആയിട്ട് വയ്ക്കാം. അതേ സ്ഥാനത്ത് ഇങ്ങനെ വയ്ക്കുന്നു, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെക്കുന്നു, ഇങ്ങോട്ടേക്ക് വെക്കുന്നു. 3 വട്ടം. അതായത് എല്ലാം 3 ആക്കിയ പ്രത്യേക സുന്നത്തുണ്ട്. ഇത്രയുള്ളൂ. ഈ 3 വട്ടം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 3 വട്ടം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ മയ്യത്തിന്റെ ഇടതുഭാഗത്തേക്ക് ചരിക്കണം. എന്തിനാ ഇടതുഭാഗത്തേക്ക് ചരിക്കുന്നത്? ഇടതുഭാഗത്തേക്ക് ചരിക്കുമ്പോഴാണ് മയ്യത്തിന്റെ വലതുഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുക. വലതിനെ മുന്തിക്കണ്ടേ? ഇടതുഭാഗത്തേക്ക് ചരിക്കുമ്പോഴല്ലേ വലത് റൈറ്റ് ഹാൻഡ് കിട്ടുള്ളൂ. ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോഴാണ് റൈറ്റ് കിട്ടുള്ളൂ. ലെഫ്റ്റിലേക്ക് തിരിക്കുക. ഇത് ഉപരിങ്ങനെ കിടക്കുന്ന കുഴപ്പമില്ല. ഉപരിങ്ങനെ കിടക്കുന്ന നമ്മൾ കിടക്കണം. ഒരാളൊപ്പം സഹായിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ പട്ടരല്ലോ പുറത്തേക്ക് വയ്ക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് സൈഡ് വയ്ക്കുന്നു. ആ സൈഡ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞതുപോലെ വലതു ഭാഗത്തേക്ക് ചരിച്ച് ഇടതുഭാഗവും നന്നായി വെള്ളം ഒഴിക്കുന്നു. ഈ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വലത്തിൽ കിടത്തുന്നു. പിന്നീട് നമ്മൾ ചെയ്യാനുള്ളത് ഒരു ബക്കറ്റിൽ സോപ്പ് കലർത്തിയ വെള്ളം, സോപ്പ് കലക്കിയ വെള്ളം എടുക്കുക. കയ്യിലേക്ക് ശീല ചുറ്റുക. ശീല ചുറ്റിയിട്ട് എന്ത് ചെയ്യുക? സോപ്പ് കലക്കിയ വെള്ളം ശീല ചുറ്റി നമ്മൾ മയ്യിന്റെ തലഭാഗത്ത് തുടങ്ങും. മുടി അതേപോലെ തന്നെ എല്ലാം വളരെ കൃത്യമായി വൃത്തിയായിട്ട് തേച്ച്, എന്താ പറയുക, സോപ്പോട് തേച്ച് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ, ഈ ഉള്ളിലുള്ള ഭാഗമൊക്കെ എന്ത് ചെയ്യാം? ഈ തുണിയുണ്ടല്ലോ പൊന്തിക്കാം. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ തുണി ഇങ്ങനെ മതി അല്ലെ, അവർക്ക് മറയുന്ന രീതിയിലാണ് മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ അടിയിലൂടെ കൈയിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. ഒരു കാരണവശാലും എന്താക്കരുത്, തുറന്നിട്ട് ചെയ്യരുത്. അടിയിലൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ കണ്ണ് താഴേക്ക് നോക്കുകയേ ചെയ്യണ്ട. കൈ കൊണ്ട് കാര്യങ്ങൾ ക്ലീൻ ചെയ്താൽ മതി. അതായത് നമ്മൾ ജീവിതകാലത്തുള്ള ഔറത്തിന് നമ്മൾ എത്ര വാല്യൂ കൽപ്പിക്കുന്നോ അതേ വില ഈ മരിച്ച മയ്യത്തിനോട് നമ്മൾ കൽപ്പിക്കണം. നമ്മൾ ആളുകളുടെ ഇടയിൽ നമ്മളുടെ ഔറത്ത് തുറന്നിടോ ഇല്ലെങ്കിൽ ഹറാമല്ല നമുക്കറിയാലോ, അതേ ഒരു പ്രാധാന്യവും ബഹുമാനവും മയ്യത്തിനോട്. അങ്ങനെ ഈ അടിയുടെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തു നല്ലോണം സോപ്പിട്ട് ഒരു മയ്യത്ത് പറയുന്ന ശീല കൊണ്ട് ഈ ഭാഗം ഒക്കെ നമ്മൾ സോപ്പ് നന്നായി തേച്ച്, സോപ്പ് തേച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഓരോ ഭാഗം സോപ്പ് തേച്ചതിന് ശേഷം വെള്ളം ഇങ്ങനെ വയ്ക്കുക. അതിന് പ്രത്യേകം എന്തില്ല, കണക്കൊന്നുമില്ല. നമ്മളിങ്ങനെ സോപ്പിന്റെ ആ നൊര പോകുന്നത് വരെ എല്ലാ ഭാഗവും വെള്ളം ഒഴിച്ച്, സോപ്പിന്റെ ഭാഗം നൊര പോകുന്നത് വരെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനം ഒഴുക്ക് വെള്ളം ഒഴിക്കും. അപ്പൊ ഈ അവസാനത്തെ ആ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്പം കർപ്പൂരം എന്തിരിക്കണം? കർപ്പൂരം ഇരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ശരീരത്തിന് ഒരു പൂവത്ത് പകരും. പൂവത്ത് എന്ന് ചോദിക്കുന്നത് കാരണം ആരുടെ വണ്ടിയിലെത്തിയാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ആ സമയത്ത് എനർജറ്റിക് എണീച്ചെന്ന് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി
والقرآن إمامي والكعبة قبلتي والمسلمون إخواني എന്ന് പറയാൻ നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതകാലത്ത് നമുക്ക് പറയാൻ കഴിയും, പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ പറയണമെങ്കിൽ നമ്മളുടെ ജീവിതം നന്നാക്കണം, നമ്മളുടെ ജീവിതത്തിൽ നല്ല സ്വഭാവം ഉണ്ടാവണം. എത്ര വലിയ നിസ്കരിക്കുന്ന ആളായാലും നോമ്പ് നോക്കുന്ന ആളായാലും എന്ത് വലിയ ഇബാദത്ത് എടുക്കുന്ന ആളായാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അത് നമ്മളുടെ സൽസ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവമാണ് എന്ന് ആൾക്കാർ അത് പറയിപ്പിക്കണം. കുറച്ച് പ്രയാസമാണ്. അയാള് മോശപ്പോ അടിച്ചു തീർന്നാണ് അങ്ങനെയല്ല നമ്മളോട് പറയേണ്ടത്. സൗമ്യം സ്നേഹത്തോടെ ഏതായപ്പോ സമയം കുറച്ച് ലേറ്റായില്ലേ? ഇത് ഭാഗം കേറിയല്ലേ പറഞ്ഞു പോകും. അങ്ങനെ മയ്യത്ത് കൂട്ട് ഈ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ എല്ലാ ഭാഗത്തും സോപ്പ് തേച്ച് കഴിഞ്ഞാൽ ഒഴുക്ക് വെള്ളത്തിൽ അല്പം കർപ്പൂരം ഇട്ട് അത് പകർച്ചയാവുന്ന രീതിയിൽ കർപ്പൂരം ഇടുന്നത്. അത് ശ്രദ്ധിക്കണം. കർപ്പൂരം പാടെ എടുത്ത് ഈ ഒഴിക്കുകയല്ല വേണ്ടത്. അല്പം അല്പം ഒരു പക്കത്തിന് കുറച്ച് അത് ഓവർ പകർച്ചയാണ്. ആ കർപ്പൂരം ഒഴിച്ച വെള്ളം നേരത്തെ പറഞ്ഞതുപോലെ 3 വട്ടം ഈ എന്താ പറയാ ഫ്രണ്ട് ഭാഗത്തിൽ, അതേപോലെ തന്നെ 2 സൈഡ് ഭാഗത്തിലേക്കും തിരിച്ച് വീണ്ടും ചെയ്യുക. അപ്പൊ 3 തവണയാണ്. 1ാമത്തെ തവണ വെള്ളം വാരുന്നു, 2ാമത് വെള്ളത്തോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? സോപ്പ് തേച്ച് ക്ലിയർ ചെയ്യുന്നു. 3ാമത്തെ തവണ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴുക്ക് വെള്ളം പൂർണ്ണമായും പാർന്ന് മയ്യത്ത് വൃത്തിയായി കഴിഞ്ഞാൽ നമ്മൾ തോർത്താൻ ആരംഭിക്കുന്നു. തോർത്തുമ്പോ മുടികൾ വരാം, രോമങ്ങൾ ചിലപ്പോൾ വരാം. അവിടെയൊക്കെ രോമങ്ങൾ കാണാം. പ്രദേശിന്റെ രോമങ്ങൾ എന്ത് ചെയ്യണം? ആ രോമങ്ങൾ മുതൽ പറയുന്നത് കഫത്തൊടിയുടെ ഉള്ളിലേക്ക് വെക്കലാണ്. ഇനി അതെല്ലാം പുറത്തല്ലാതെ കുഴിച്ചിട്ടാലും ആ രോമം ഒരു കാരണവശാലും വേസ്റ്റ് ആയിടരുത്. ആ രോമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കുഴിച്ചിടുക, മറമാടുക തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെയും വൃത്തിയായി കഴിഞ്ഞാൽ തോർത്തുമ്പോ ആദ്യം തോർത്തേണ്ടത് മയ്യത്തിനെയല്ല, ആദ്യം തോർത്തേണ്ടത് കട്ടിലിന്റെ ഭാഗമാണ്. തോർത്തുകൊണ്ട് പ്രശ്നമില്ല. ഏതായാലും ഇത് തോർത്താൻ സങ്കല്പിക്കും. ഈ തോർത്തോടെ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം തുണിയുടെ പാല ഈ കട്ടിലിന്റെ ഭാഗമൊക്കെ എന്താണ്? കട്ടിലിന്റെ ഭാഗം നല്ല നനവുണ്ടോ? അപ്പൊ നല്ലോണം ക്ലിയർ ചെയ്യാം. ഞാൻ പറഞ്ഞു, നമ്മൾ ജീവിതകാലത്ത് കൊടുക്കുന്ന മഹത്വം മനുഷ്യന് മരിച്ചിട്ട് കൊടുക്കണം. നിർബന്ധമാണ്, ബാധ്യത. പിന്നീട് കട്ടിലിന്റെ ഭാഗമൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ശരീരം മുഴുവനായി എന്ത് ചെയ്യാം? തോർത്തുക. അതേപോലെ തന്നെ മുടിയൊക്കെ നല്ല രീതിയിൽ ചീരി വെക്കുക. നന്നായി തോർത്തി മൊത്തം നല്ല വൃത്തിയിലേക്ക് മയ്യത്തിനാക്കിയതിനു ശേഷമാണ് നമ്മൾ എന്താക്കേണ്ടത്? അപ്പം ചെയ്യാൻ വേണ്ടി മയ്യത്തിനെ എടുക്കേണ്ടത്. തോർത്തി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പൊടിയുടെ കൈ ഒരു ആ ഭാഗത്തുള്ള ബ്ലഡ് പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ പഞ്ഞി വെച്ച് വരാൻ പെട്ടെന്ന്. അപ്പൊ നമ്മള് ഈ മയ്യത്തിന് ഇപ്പോ ഉദോടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉദവിന്റെ മുറിയില്ല. ഉദവിന്റെ മയ്യത്തിന്റെ ഉദവ് ഒരു കാരണവശാലും മുറിയില്ല. എന്ത് സംഭവിച്ചാലും മയ്യത്തിന്റെ ഉദവ് മുറിയുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ മിസ്വാക്ക് ചെയ്തു, മൂക്കിലുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തു, പിന്നെ ഉദവെടുപ്പിച്ചു കൊടുക്കലാണ്. ഉദവ് സുന്നത്താണെങ്കിലും ഉദവിന്റെ നിയ്യത്ത് ഫർളാണ്. അതാ ഞാൻ നേരത്തെ പുളിക്ക് പ്രത്യേകിച്ച് നിയ്യത്ത് എന്താ പറയാ, പുളി ഞാൻ കുളിപ്പിക്കുന്നു എന്ന് കരുതിയാൽ മതി. പക്ഷെ അത് സുന്നത്താണ്. പക്ഷെ ഉദു എടുക്കുന്നതിന് നിയ്യത്ത് എന്താണ്? ഉദു സുന്നത്താണെങ്കിലും ഉദുവിന്റെ നിയ്യത്ത് ഫർളാണ്. ഉദുവിന്റെ നിയ്യത്ത് ഫർളാണ്. ഉദു എടുപ്പിക്കുമ്പോ സാധാരണ നമ്മൾ ഉദു കൊടുക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക? കൈന്റെ ഭാഗത്ത് വെള്ളമൊഴിക്കുക. അപ്പൊ ഉദുവിന്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു കരുതണം. അറിയാലോ, ഫസ്റ്റ് ഉദുവിന്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു കൈ കഴുകുന്നു. അതേപോലെ തന്നെ വായുവിന്റെ ഉള്ളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അന്നനാളവും ശ്വസനനാളവും അടഞ്ഞു കിടക്കുകയാണ്. തൊള്ളയിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം എന്താവില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ നിയമത്താണ്. നമ്മുടെ ഈ ശ്വസനനാളവും അന്നനാളവും ഇങ്ങനെ ചേഞ്ച് ആവും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിച്ചാലോ തരുന്നതില്ല. എന്താ കാരണം? ഈ ഒരു നാളം അടയുമ്പോ മറ്റേ നാളത്തിലൂടെ നമ്മളുടെ എന്താ പറയാ ശ്വസനനാളം അടയുമ്പോഴാണ് അന്നനാളം ഒപ്പിടാകുന്നത്. ആ അന്നനാളത്തിലൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അന്നനാളം അടയുമ്പോഴാണ് ശ്വസനനാളത്തിലൂടെ എന്താകുന്നത്? ശ്വസിക്കുന്നത്. പറച്ചോന്റെ ഈ ഒരു എന്താ പറയാ മെറ്റീരിയൽ ലോകത്ത് നമുക്ക് നൽകിയിട്ടുള്ള അസാധ്യമായ കഴിവാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഞാൻ പറയുന്നത്, നമ്മളിപ്പോ എടുത്തിട്ടില്ലേ ഒരു ഐസ്ക്രീം കഴിച്ചൊരു കുട്ടി അല്ലെ? ഐസ്ക്രീം കഴിക്കുമ്പോൾ തൊണ്ടയെ കുടിക്കുന്നത്. തൊണ്ടയെ കുടിക്കില്ല കുട്ടിയെ ആ പിന്നെ പീഡിയക്കാരൻ രക്ഷിച്ചത്.
അത്രേ വേണ്ടുള്ളൂ. നമ്മൾ കൃത്യപ്രശ്നം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ, സംസാരിച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് രണ്ടും അടഞ്ഞു കിടക്കുകയാണ്. ഒരു കാരണവശാലും അമിതമായി വെള്ളം എന്താക്കരുത്. പൊക്കിൽ വെള്ളം കയറ്റിച്ചിരിക, വായിൽ വെള്ളം കൊള്ളിക്കുക സുന്നത്താണ്. പക്ഷെ ഒരു പേരിന് ചെയ്താൽ മതി. പേരിന് ചെയ്താൽ മതി. ഇങ്ങനെ വെള്ളാക്കി കൈപ്പിൽ വെള്ളാക്കി ഇങ്ങനെ ചെയ്യാം. അല്ലാതെ ആക്കിയാൽ ഈ തൊള്ളയിലൂടെ വെള്ളം ഇരിക്കാൻ തന്നെ ഇവിടെ കിടക്കും. എങ്ങോട്ട് പോവില്ല, ഉള്ളോട്ട് പോവില്ല. ശ്വസന നാളോ തന്നെ നാളോ അടഞ്ഞു കിടക്കും. ഏതായാലും അങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഉതുവെടുപ്പിച്ചു. ഉതുവെടുപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, തലതാടയിൽ കൊടുക്കുക. അതെ. അപ്പൊ ഉതുവെടുക്കുമ്പോൾ നിയമം എന്താ? മയ്യത്ത് കുളിപ്പിക്കുമ്പോഴുള്ള സുന്നത്തായ ഉതുവെടുക്കൽ ഈ മയ്യത്തിന് വേണ്ടി ഞാൻ ഉതുവെടുക്കാൻ കരുതുന്നു, അല്ലെങ്കിൽ ചെറിയ അങ്ങനെ ഉതുവെടുക്കാൻ കരുതുന്നു കരുതിയാൽ മതി. നിർബന്ധമായ മയ്യത്ത് കുളിയിലുള്ള സുന്നത്തായ ഉതുവെടുക്കാൻ ഞാൻ കരുതുന്നു. നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യം അത് മുഖം കഴിക്കുന്ന സമയത്താണ് നീന്തൽ. നമ്മൾ അറിയാലോ, ഉതുവെടുക്കുമ്പോൾ നമ്മൾ നീന്തൽ വെക്കല്, ഉതുവെടുക്കുമ്പോ നമുക്ക് പോലെ നീന്തൽ വെക്കല്. അപ്പൊ ആ നീന്തൽ വെച്ച് മുഖക്കി, അതേപോലെ തന്നെ കൈ ഭാഗം വരെ ഉതർപ്പിച്ചു. ഇതൊക്കെ ഒരാൾ സഹായിക്കണം. ഈ സഹായം മറ്റുള്ളവർക്ക് നിന്നാ മതിട്ടോ. അതൊക്കെ പിന്നെ ലാസ്റ്റികത്തെ പണികൾ തിരിച്ചു മറിച്ച് കിടക്കുമാണ് ബാക്കിയുള്ളവരെ സഹായിക്കുന്നത്. കാരണം ഒരാളെ പോയപ്പോൾ നിന്ന് വേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. കാലിൽ കഴുകി പൊതുവെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? മയത്തിന്റെ വലതുകാലിലേക്ക് കിടത്തി, മയത്തിന്റെ പിന്നെ നെജസ്സുകൾ നീക്കം ചെയ്തു, വലതു ഭാഗത്തെ ചരിച്ച് കിടത്തി, അടിഭാഗത്തുള്ള നൈസ് ക്ലീൻ ചെയ്തു, അതിനുശേഷം പല്ല് തേച്ചു, ഓർഡർ പല്ല് തേച്ചിട്ട് മൂക്കിലുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തു, അതിനിടയിൽ കീഴ് കൊണ്ട് അകത്തിന്റെ അടിയിൽ ക്ലിയർ ചെയ്തു, അതിനുശേഷം ഉതുവെടുപ്പിച്ചു. ഉതുവെടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിപ്പിക്കലിലേക്ക് കിടക്കുകയാണ്. കുളിപ്പിക്കലിലേക്ക് കിടക്കുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഉതുവെടുപ്പിച്ച് കഴിഞ്ഞാൽ കുളിപ്പിക്കലിലേക്ക് പിന്നെ വേറെ അപ്പോ മയ്യത്ത് കിട്ടുന്നതെങ്കിൽ പല സ്ഥലത്തും സ്റ്റിച്ച് ഉണ്ടാവും. ആക്സിഡന്റ് കേസാണ്, സ്റ്റിച്ച് ഉണ്ടാവും. ഒക്കെ നമ്മൾ ഇതിലൊന്നും അത്ഭുതം കൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന കാര്യമാണ്. ഈ പറഞ്ഞ 2 ആഴ്ചകൾ വായക്കാട് ഇതെല്ലാം അനുഭവങ്ങൾ പറയാൻ നമുക്ക് ഒന്നുകൂടി ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവാനാണ്. 19 വയസ്സിൽ ഒരു കുട്ടി ബൈക്കിൽ നമ്മൾ ഹണ്ടറായിട്ട് പോവാണ്. അരിക്കോട് വെച്ച് പിന്നെ ഒരു പൾസറായിട്ട് ബൈക്കും ആക്സിഡന്റ് ആയി. ഇവൻ ഹെൽമെറ്റിന്റെ സ്റ്റിപ്പിൽ സാധനം അതിട്ടില്ലേ, അതിനെന്തായി തെറിച്ചു. നേരെ റോഡിൽ തലടിച്ചാണ് തലച്ചോറ് അന്നേരം തന്നെ റോഡിലേക്ക് സ്പോട്ടിൽ മരിച്ചു. അപ്പൊ ആ കുട്ടിയുടെ മയ്യത്ത് മറമാടി അത് എന്താ പറയാ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോ ഞാൻ മയ്യത്ത് കണ്ടിരുന്നു. അപ്പൊ ഈ ഭാഗം മൊത്തം എന്തായിട്ടില്ല. അപ്പൊ പഞ്ഞി ഇങ്ങനെ വെച്ചിട്ടാണ്. അപ്പൊ അവര് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഒക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഞാൻ പറയാം. അപ്പൊ ഇവിടെ ഒക്കെ എന്തായിട്ടുണ്ട്, ക്ലിപ്പോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ തുന്നിയുണ്ടാവും. അപ്പൊ തുന്നി പോസ്റ്റ്മോർട്ടം കാരണം തുന്നു വന്ന മയ്യത്താണെങ്കിൽ ആ തുന്നിന്റെ ഉള്ളിലേക്ക് എന്താവില്ല, വെള്ളം. അപ്പൊ നമ്മളുടെ നിർബന്ധമായ കുടി എന്താവില്ല, വീട് വരും. അപ്പോൾ മയ്യത്തിന് എന്ത് ചെയ്തു? തയമ്മും ചെയ്തു. തയമ്മും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തുകളിൽ സ്റ്റിച്ചോ മറ്റോ ഉണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് വെള്ളം എത്തുന്നില്ല എന്ന് ഉറപ്പായാൽ നമ്മൾ ആ മയ്യത്തിന് എന്തേ ഉള്ളൂ, അല്പം പൊടിമണ്ണെടുക്കുക, അല്ലെങ്കിൽ മയ്യത്തിന്റെ കൈ ഇങ്ങനെ അതിലൊന്ന് മുട്ടിച്ചു കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മുഖം എന്ത് ചെയ്യുക, അതേപോലെ തന്നെ കൈ ഇത്ര മുഖവും കൈയും പിന്നെ നമ്മൾ കൈക്കാനാവുന്നത് നിർബന്ധമായ അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നിയമം ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു കാര്യം, വെള്ളം ചേരാത്ത ഭാഗം അത് നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതകാലത്ത് മുടി കറുപ്പിക്കുന്ന ആളുകൾ ചില മുടി കറുപ്പിക്കുന്നത് എന്താവില്ല, പെയിന്റ് രൂപത്തിലായിരിക്കും. അവിടെ വെള്ളം ചേരൂല. അങ്ങനെയാണെങ്കിൽ അയാൾ ജീവിതകാലം അങ്ങനെയാണെന്നല്ല, നഗരത്തിന് പോയിക്കോട്ടെ എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? ആണോ? നമ്മളുടെ ബാധ്യത എന്താണ്? അയാൾ മരിച്ചുപോയി, പക്ഷെ അയാളോട് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. ആ മനുഷ്യർ റബ്ബ് ഒപ്പാറല്ലേ, പുറത്തു കൊടുക്കാലോ. പക്ഷെ നമ്മൾ അയാളുടെ തലമുടിയിലേക്ക് ജീവിതകാലത്താണ് തർപ്പിച്ചത് കൊണ്ട് ആ പെട്ടെന്ന് മരിച്ചാണ്. പക്ഷെ ആ ഭാഗം എന്താവൂല, വെള്ളം ചേരൂല. പെയിന്റ് രൂപത്തിലുള്ള 2 രൂപത്തിലുള്ള കറുപ്പിക്കലുണ്ട്. ഒന്നെങ്ങനെയാണ് വെള്ളം ചേരുന്നതുകൊണ്ട് ചേരാത്തതുകൊണ്ട്. രണ്ടും ഹറാമിന്റെ. മുടി കറുപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ വിധി എന്താണ്? ഹറാമാണ്. പക്ഷെ വെള്ളം ചേരുന്ന ഞാൻ ഓപ്ഷൻ പറഞ്ഞല്ലോ. അപ്പോ അങ്ങനത്തെ 2 രീതിയിലും ഏതായാലും വെള്ളം ചേരാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഭാഗത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, നിയമം ചെയ്തു കൊടുക്കണം. ആ സമയത്ത് നമ്മൾ മറ്റേ ചിന്ത ഉണ്ടാവരുത്, ജീവിതകാലത്ത് അങ്ങനെ നടന്നല്ല, എന്ന് മരിച്ചിട്ട് അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്നല്ലേ
ചിന്ത നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഏതായാലും അങ്ങനെ നിർത്തി കൊടുത്തു, എല്ലാം ക്ലിയറാക്കി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇനി കുളിക്ക് ശേഷം വുളൂ മുറിയില്ല. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി, വെപ്പ് പല്ല് എടുക്കാൻ മറന്ന പല സാഹചര്യങ്ങൾ വരാണ്. വെപ്പ് പല്ലുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് എടുക്കാൻ കഴിയുന്നതാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അതാണെന്നോട്ടെ ഒരു കുഴപ്പവും ഇല്ല. വെപ്പ് പല്ല് എടുക്കാൻ കഴിയുന്നതാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അതാണ്. ഏതായാലും ഇത്രയും ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് തോർത്തി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. കുളി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ഒറ്റ പോയിന്റ്, ലാസ്റ്റ് കുളിപ്പിക്കുന്ന ഒറ്റ പോയിന്റ്, ഖാത്തിലു നഫ്സിഹി കഗൈരിഹി. എന്താണ് ഖാത്തിലു നഫ്സിഹി കഗൈരിഹി? സ്വയം ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ ബാക്കിയുള്ള ഖാത്തിലു നഫ്സിഹി സ്വയം ആത്മഹത്യ ചെയ്യുന്ന ആളുടെ മയ്യിത്ത് പരിപാലനം ഏതുപോലെ തന്നെയാണ് കഗൈരിഹി, അല്ലാത്തവർ പോലെ തന്നെയാണ്. ഈ ഒരു വിചാരം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആത്മഹത്യ ചെയ്ത ആൾക്കും എല്ലാ സാധാരണയും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു മയ്യത്തിന്റെ ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ മയ്യത്തിന് എന്ത് സംഭവിച്ചാലും വുളൂവോ കുളിയുടെ ഫർളോ മുറിയൂല. പിന്നെ മയ്യത്തിന് എന്ത് സംഭവിച്ചാൽ രണ്ട് തലത്തും ഉണ്ടാവില്ല. കുളിയുടെ ഫർളോ മുറിയില്ല, വുളൂവിന്റെ ആ ഒരു സുന്നത്തോ മുറിയില്ല. ഏതായാലും ഇനി നമ്മൾ കമന്റ് ചെയ്യല്ലേ? ഇനി ഈ ഭാഗത്ത് കുളിപ്പിക്കുന്നതിന് എന്ത് സംശയമാണോ? ശരിയാണ്, കറക്റ്റ് ആണ്. ആ ഓർഡർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ സ്പീഡിലാണ്, ഒരു ഓട്ടത്തിലാണ്. നമ്മളെന്റെ കൂടമാണ്. ആദ്യം കുളിമുറി എടുക്കുന്നു, വലത് കാലം ഉയർത്തുന്നു, മയത്തിനെ ഒന്നിച്ചു വെക്കുന്നു, വയർ തടവുന്നു. നീക്കം ചെയ്യുന്നു, അടിയിൽ നീക്കം ചെയ്യുന്നു, ചെരിച്ചു വെക്കുന്നു, ആ ഭാഗത്ത് നെക്സ്റ്റ് നീക്കം ചെയ്യുന്നു. ശേഷം മയത്തിന് നേരെ കിടത്തുന്നു. പിന്നെ എന്താ വിരലിന്റെ വിരലിൽ ശീലയിട്ടിട്ട് മിസ്വാക്ക് ചെയ്യുന്നു. ചെറുവിരലോട്ട് മൂക്കിന്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നു. ഈർക്കിലെടുത്തിട്ട് നഖത്തിന്റെ ഇടയിലുള്ള ചേറുകൾ ക്ലിയർ ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഔദ്യോഗികമായി വെള്ളം പാരാൻ ആരംഭിക്കുന്നു. ആ സമയത്ത് നമ്മൾ നീയത്ത് വെക്കുന്നു. മയ്യത്തിന് മേൽ പുറത്തായ കുളി ഞാൻ കുളിപ്പിക്കുന്ന നീയത്ത് വെക്കുന്നു. നഖം മുറിക്കരുത്. നഖം അതായത് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിൽ പിന്നെ നമ്മൾ നഖം മുറിക്കുക. അതേപോലെ തന്നെ ചില ആളുകൾ നഖം നീട്ടിയൊക്കെ ഉണ്ടോ? ഇങ്ങനെ പോണോ? മുറിക്കണ്ട. അത് പഠിച്ചത് എന്താണോ കണക്കാക്കി അതുണ്ടാവും. ജീവിതകാലത്ത് എന്നാ പറയുന്നത്, ജീവിതകാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ക്ലിയറായി ചെയ്യണം. എപ്പോഴും പോകാൻ തയ്യാറാണ്, അപ്പൊ അത് ചെയ്യണ്ടോ? നല്ല ചോദ്യം, മനസ്സിലാക്കണ്ട. അങ്ങനെ ഇതെല്ലാം കാര്യങ്ങൾ ചെയ്തു. പിന്നെ എന്താ, സോപ്പ് തേക്കുന്നു, മൂന്നാമത് വെള്ളം ഒഴിക്കുന്നു, അതിനുശേഷം തോർത്തുന്നു. ക്ലിയർ അല്ലേ? കുളി ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം കുളി കമന്റ് ചെയ്യാൻ പോകും.